ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇറങ്ങി വാടാ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? പിടിച്ച് കയറ്റിടാ അവളെ. ഇടാനല്ല പറഞ്ഞ്. ഹലോ പത്മാവതി മാഡം, എവിടെയാ? വേണുട്ടാ, ഞാൻ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കോ. നിങ്ങൾ ഇറങ്ങാറായോ? ആ, ഉടനെ ഇറങ്ങും മാഡം. വേണുട്ടാ, എല്ലാം നമുക്ക് ഇന്ന് തന്നെ പ്രതാപേട്ടനോട് തുറന്നു പറയാൻ പറ്റുമല്ലോ. ഈശ്വരൻ മറ്റു തടസ്സങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ നമുക്ക് എല്ലാ സത്യങ്ങളും വർമ്മ സാറിനെ അറിയിക്കാം. ദീപകുമായിട്ടുള്ള ഹൃദിക മാഡത്തിന്റെ വിവാഹം മുടക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. ആ വീഡിയോ, ദീപക്കും മാഡത്തെ ഭീഷണിപ്പെടുത്തുന്ന ആ വീഡിയോ മാഡത്തിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് വേണുട്ടാ, വീഡിയോ എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാറായി. മാഡം വീടിന്റെ പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്താൽ മതി. സമയമാകുമ്പോ ഞാൻ അകത്തേക്ക് വിളിക്കാം. ശരി വേണുട്ടാ. എന്താ ഉദ്ദേശം? വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്താനോ? അതോ അംബികയ്ക്ക് ഭീഷണിപ്പെടുത്തലില്ലെന്ന് പത്മാവതിക്ക് അറിയാലോ. അംബിക ഒന്നും പറയാറില്ല, എല്ലാം ചെയ്യാറേ ഉള്ളൂ. ആട്ടെ, നീ എങ്ങോട്ടാ പത്മാവതി ഇത്ര ധൃതിയില്? അത് നിങ്ങൾക്കറിയില്ലേ? എന്റെ മകളുടെ വിവാഹം നിങ്ങളുടെ മകനുമായിട്ട് നടക്കുന്ന ദിവസമല്ലേ ഇന്ന്? അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ടേ? വരണം, പത്മാവതി വരണം. പക്ഷേ പത്മാവതി വരുന്നത് വിവാഹം കൂടി സദ്യ കഴിച്ച് പോകാനായിരിക്കണം. വിവാഹം കൂടണോ സദ്യ കഴിക്കണോന്നൊക്കെ ഈ പത്മാവതി തീരുമാനിക്കും. അങ്ങനെ നീ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ. അംബിക മനസ്സിലൊരു കാര്യം നടത്തൂന്ന് തീരുമാനിച്ചാലേ അത് നടത്തിയിരിക്കും. അപ്പോ രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. അതെ, ഇറങ്ങി വാടാ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? പിടിച്ച് കയറ്റിടാ അവളെ. ഇടാനല്ല പറഞ്ഞ്. അവള് ഭർത്താവിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ പുറപ്പെട്ടിരിക്കുന്നു. ഇവളെ പണ്ടേ ജീവനോടെ പോകാൻ അനുവദിച്ചത് തെറ്റായി പോയിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഡാ, ഒരു കുപ്പി വെള്ളം എടുത്തേ. പിടിക്കടാ. ഡീ, എഴുന്നേക്കടി. മതി ഉറങ്ങിയത്. ഞാനിതെവിടെയാ? ഋതിക മോളെവിടെ? അവളുടെ വിവാഹം, എന്റെ മോള്
ഇവക്ക് ബോധം ശരിക്കും വന്നില്ലെന്ന് തോന്നടാ. ഡോസ് കുറച്ച് കൂടിപ്പോയി മാഡം, അതിന്റെയാ. ഡീ എണീക്കടി. ഡീ എന്നെ നോക്കാൻ. എന്നെ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്ന? അഴിച്ചുവിട്, എന്നെ അഴിച്ചുവിട്. അഴിച്ചു വിട്ടിട്ട് എന്തിനാ? നിനക്ക് പ്രതാപനെ ചെന്ന് കണ്ട് സംസാരിക്കാനാണോ? ഡീ നിന്റെ മനസ്സിലുള്ളതൊക്കെ അവനോട് തുറന്നു പറയാനാണോ? ഈ അംബിക ഇവിടെ ജീവനോടെ ഉള്ളപ്പോ എന്നെ മറികടന്ന് എന്റെ അനിയന്റെ അടുത്ത് നിനക്ക് എത്താമെന്ന് നീ വിചാരിച്ചോ? നിങ്ങളുടെ അനിയനോ? അദ്ദേഹം അങ്ങനെ നിങ്ങളുടെ അനിയനാണെന്നുള്ള എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുമായിരുന്നോ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? എന്റെ മകൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തു? ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിച്ച സ്വത്തുക്കളുടെ അവകാശി ആദ്യം നീ ആയിരുന്നില്ലേ? അതാ നീ ചെയ്ത തെറ്റ്. ഹ, ഇപ്പോ എല്ലാത്തിനും അവകാശി നിന്റെ മകളാ. അത് തന്നെയാ അവള് ചെയ്ത തെറ്റ്. ഇങ്ങനെ സ്വത്തിനും പണത്തിനും വേണ്ടി ഭ്രാന്ത് കാണിക്കുന്ന ആരെയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്വത്തും പണമാണോ ഈ ലോകത്ത് വലുത്? എന്തൊക്കെ കെട്ടി പടുത്തുയർത്തിയാലും നിങ്ങൾ ചെയ്തതിനൊക്കെ അവസാന കാലത്ത് നിങ്ങൾക്ക് ഗതി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ അങ്ങനെ അംബികയുടെ അവസാന കാലം ഓർമ്മിപ്പിച്ച് അംബികയുടെ മനസ്സ് തളർത്താന്ന് കരുതണ്ട. അങ്ങനെയൊന്നും ഒന്നിനെയും ഭയക്കുന്നവളല്ല ഞാൻ. എനിക്ക് വലുതേ സ്വത്ത് തന്നെയാടി. അത് നിന്റെ മകളിലൂടെ ഞാനതെല്ലാം എന്റെ മകനിലെത്തിക്കും. ഈ വിവാഹം നടന്നാലല്ലേ നിങ്ങൾക്ക് എന്റെ മകളുടെ പേരിലുള്ള സ്വത്ത് കിട്ടൂ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. പത്മാവതി, അതെ, എനിക്കിപ്പോ ഒരാളെ കൊല്ലാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. നീ വെറുതെ എന്നെ കൊണ്ടത് ചെയ്യാൻ നിർബന്ധിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോ. നിങ്ങൾക്ക് വേണ്ടത് സ്വത്തുക്കളല്ലേ? ഞാനത് നിങ്ങൾക്ക് എഴുതി തരാം. നിങ്ങൾ എന്റെ മകളെ ഒന്ന് വെറുതെ വിട്. അവളെ വെറുതെ വിട്ട നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എന്തോ പത്മാവതി, നീ നിന്റെ പുതിയ അടവൊന്നും എന്റെ അടുത്ത് എടുക്കരുതേ. അതൊന്നും ഇവിടെ ഏക്കില്ല. ഞാനേ റിസ്ക് ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് വിവാഹം, അതുവഴി സ്വത്തുക്കളും. എന്റെ പ്ലാനിങ്ങിലെ ആർക്ക് വേണ്ടിയും ഒരു മാറ്റവും ഉണ്ടാവില്ല. അകലേ നോവിനാലേ